നമസ്കാരം സുഹൃത്തുക്കളെ. ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് വരുമാനം ലഭിക്കുന്നതിന് ഫേസ്ബുക്കിലെ പ്രൊഫഷണൽ മോഡ് നമ്മൾ ഓണാക്കേണ്ടതുണ്ട്. ഫേസ്ബുക്കിൽ നമ്മുടെ പ്രൊഫൈലിലെ പ്രൊഫഷണൽ മോഡ് നമ്മൾ ഓണാക്കേണ്ടതുണ്ട്. പ്രൊഫഷണൽ മോഡ് നമ്മൾ ഓണാക്കിയാൽ മാത്രം പോരാ. പ്രൊഫഷണൽ മോഡ് ഓണാക്കി കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ നമുക്ക് ലഭിക്കേണ്ട ടൂളുകളുടെ സെറ്റിങ്സ് കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഓരോ ടൂളുകളും ഫേസ്ബുക്ക് റിലീസ് ചെയ്ത് തരികയും അതിൽ നിന്ന് വരുമാനം തരികയും ചെയ്യുകയുള്ളൂ. നമ്മൾ ആ സെറ്റിങ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ആ ടൂളുകൾ ഓരോന്നും നമ്മൾ പോസ്റ്റുകളൊക്കെ ഇടുന്നതനുസരിച്ച് നമുക്ക് ലഭിക്കുകയും ആ ടൂൾ ലഭിച്ചതിന് ശേഷം മാത്രമേ അതുവഴി നമുക്ക് വരുമാനം ലഭിക്കുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫേസ്ബുക്കിലെ പ്രൊഫഷണൽ മോഡ്, പ്രൊഫൈലിലെ പ്രൊഫഷണൽ മോഡ് എങ്ങനെയാണ് ഓണാക്കുന്നതെന്നും ആ പ്രൊഫഷണൽ മോഡ് ഓണാക്കി കഴിയുമ്പോൾ ലഭിക്കുന്ന പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ നിന്ന് നമുക്ക് വരുമാനം ലഭിക്കേണ്ട ടൂളുകൾ എങ്ങനെയാണ് അതിൻ്റെ സെറ്റിങ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ സുഹൃത്തുക്കളെ, അതിനായി നമ്മൾ ആദ്യം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യണം. അതിനുശേഷം മുകളിൽ ഇടത് ഭാഗത്ത് നമ്മുടെ ഫോട്ടോ കാണാം, നമ്മളുടെ ഫോട്ടോയുടെ ഐക്കൺ കാണാം. അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജ് വരും. ഇവിടെ നീല കോളത്തിൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്ന് കാണാം. പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഇത് ഞാൻ ഓണാക്കിയിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഓണാക്കാത്തവർക്ക് ഇങ്ങനെ കാണത്തില്ല. ഓണാക്കാത്തവർ ചെയ്യേണ്ടത് ഇതിന് താഴെ അഡ്വർടൈസിൻ്റെ വലതുവശത്തായിട്ട് 3 ഡോട്ട് കാണാം, ഒരു 3 കുത്ത്, കറുത്ത 3 കുത്ത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലൊരു പേജിലേക്ക് വരും. ഇവിടെ നമുക്ക് കാണാം, താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു യു ഷേപ്പിലൊരു ആരോ കാണാം, ഈ കാണുന്ന ആരോ. ഇവിടെ ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡ് എന്ന് കാണാം, ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡ്. ഇത് ഞാൻ ഓൺ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഓൺ ചെയ്യാത്തവർക്ക് ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് എന്നായിരിക്കും കാണുന്നത്. ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ്. അപ്പോൾ എന്ത് ചെയ്യണം? അവിടെ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫായി പോകത്തുള്ളൂ. ഓണാക്കാത്തവർ ഇത് ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്യണം. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇപ്പോൾ ഇവിടെ ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡ് എന്നാണ് മുകളിൽ കിടക്കുന്നത്. അപ്പോൾ ഞാനിത് കണ്ടിന്യൂ ചെയ്ത് ഓഫായി പോകത്തുള്ളൂ. അപ്പോൾ ഓഫായി പോയി എൻ്റെ ഫംഗ്ഷൻ നിന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് ഓൺ ചെയ്യാത്തവർ കണ്ടിന്യൂ അടിച്ച് അത് ഓക്കെ ആക്കി കൊടുക്കുക. അതിൻ്റെ സെറ്റിങ്സ് ഓക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പ്രൊഫഷണൽ മോഡ് ഓൺ ആവും. അതിനുശേഷം നമ്മൾ സെറ്റിങ്സ് കംപ്ലീറ്റ് ആക്കി നമ്മൾ തിരിച്ച് വന്നു കഴിയുമ്പോൾ ഇതുപോലെ നമ്മുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് കാണും. അപ്പോൾ ഇങ്ങനെയാണ് പ്രൊഫഷണൽ മോഡ് നമ്മൾ ഓണാക്കുക, ഡാഷ്ബോർഡ് നമ്മൾ ഓണാക്കുന്നത്. സുഹൃത്തുക്കളെ, പ്രൊഫഷണൽ ഡാഷ്ബോർഡ് വഴി നമ്മൾ ടൂളുകൾ എങ്ങനെയാണ് ആക്റ്റീവ് ആക്കുന്നത് എന്നാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്നുള്ള ഈ നീലക്കുളത്തുള്ള ഭാഗം അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ബാക്കി ടൂൾസുകൾ, നമുക്ക് ഏണിങ്സിനുള്ള വരുമാനം തരുന്ന ടൂൾസുകൾ എങ്ങനെയാണ് നമ്മൾ ആക്റ്റീവ് ആക്കുന്നത്, അതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണ് കംപ്ലീറ്റ് ആക്കുന്നത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ നീല കോളത്തിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ഡാഷ്ബോർഡ് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലൊരു പേജിലേക്ക് വരും. ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ഇവിടെ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, മോണിറ്റൈസേഷൻ. ഇവിടെയാണ് നമ്മുടെ ടൂളുകളൊക്കെ നമുക്ക് ഓണായി കിടക്കുന്നത്. ഈ മോണിറ്റൈസേഷൻ്റെ താഴെയാണ് നമ്മുടെ ടൂൾസൊക്കെ നമുക്ക് ആക്റ്റീവായിട്ട് ഇതുപോലെ പേ ഔട്ട്, പാർട്ണർഷിപ്പ് ആർട്സ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ എനിക്കിവിടെ 2 ടൂൾസ് ഇപ്പോൾ വന്നിട്ടുണ്ട്, പേ ഔട്ട്, പാർട്ണർഷിപ്പ്. ഇവിടെ സി ഓൾ എന്ന് പറയുന്ന സൈഡിലൊരു ഓപ്ഷൻ കാണാം, സി ഓൾ. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോക്കിയാൽ നോട്ട് യെറ്റ് അവൈലബിൾ, അതായത് നമുക്ക് ഇതുവരെ ലഭിക്കാത്ത ടൂളുകൾ. ഈ ടൂളുകളൊക്കെ ലഭിച്ചു വരുമ്പോഴാണ് നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം കിട്ടുന്നത്. ഇവിടെ സ്റ്റാർസ് ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ ഉണ്ട്, സ്റ്റോർ ഫ്രണ്ട് ഉണ്ട്. ഇതിൽ കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടൂൾ വഴിയാണ് നമുക്ക് ഏത് പോസ്റ്റ് ഇട്ടാലും നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് ഈ കണ്ടൻറ്റ് മോണിറ്റൈസേഷനാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഫോട്ടോ, സ്റ്റോറി, ഫോട്ടോ, റീൽസ്, വീഡിയോസ് നമ്മളെന്തെങ്കിലും ടൈപ്പ് ചെയ്തിടുവാണെങ്കിൽ അതിന് ഇതെല്ലാത്തിനും, എല്ലാ പോസ്റ്റ് വഴി നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു ടൂളാണ് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ. ഇതാണ് നമുക്ക് മെയിനായിട്ട് ഓണാക്കി എടുക്കേണ്ടത്. പിന്നെ സ്റ്റാർസ്, നമ്മൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ആരെങ്കിലും നമുക്ക് വരുമാനം അയച്ചു തരുന്നതിന് വേണ്ടിയാണ് സ്റ്റാർസ്. സബ്സ്ക്രിപ്ഷൻ അതുപോലെ തന്നെ മന്ത്ലി നമുക്കൊരു പേയ്മെൻറ്റ് ചെയ്ത് തന്നുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനാണ് സബ്സ്ക്രിപ്ഷൻ. അതൊരു വരുമാനത്തിന്, ഇത് രണ്ടും ഒരു അഡീഷണൽ വരുമാനമാണ് തരുന്നത്. സ്റ്റോർ ഫ്രണ്ടും അതുപോലെ തന്നെയാണ്. പക്ഷേ നമുക്ക് മെയിനായിട്ട് നമുക്ക് വരുമാനം തരുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് കണ്ടൻറ്റ് മോണിറ്റൈസേഷനാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതെല്ലാം, ഈ ഫംഗ്ഷൻ, ഈ ടൂളെല്ലാം എങ്ങനെയാണ് നമുക്ക് ആക്റ്റീവാക്കി എടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് സ്റ്റാർസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പേജിൽ വരും. ഇവിടെ താഴെ ഐ ആം ഇൻട്രസ്റ്റഡ് എന്നുള്ള ഒരു ഭാഗം കാണാം, നീല കോളത്തിൽ ഐ ആം ഇൻട്രസ്റ്റഡ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. ഇവിടെ സബ്മിറ്റ് എന്ന് പറയുന്നൊരു സബ്മിറ്റ് ഇൻട്രസ്റ്റ് എന്ന് കാണാം, സബ്മിറ്റ് ഇൻട്രസ്റ്റ്. അവിടെ നമ്മൾ സബ്മിറ്റ്. അപ്പോൾ നമ്മൾ സ്റ്റാർസിൻ്റെ ടൂൾ കിട്ടാനുള്ള നമ്മുടെ റിക്വസ്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്തു.
നമ്മൾ ബാക്ക് അടിച്ച് പോരുന്നു. അടുത്ത നമുക്ക് സബ്സ്ക്രിപ്ഷനാണ്. സബ്സ്ക്രിപ്ഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ഐ ആം ഇൻട്രസ്റ്റഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്നു, സബ്മിറ്റ് അടിക്കുന്നു. അപ്പോൾ അത് നമ്മൾ സബ്മിറ്റ് ചെയ്തു. ഇതെല്ലാം ഇനി നമുക്ക് ആക്റ്റീവായി വരണം. ഇത് ഓരോന്നും ഇനി നമ്മൾ പോസ്റ്റ് ഒക്കെ ഇടുന്നതനുസരിച്ചിട്ട് നമുക്ക് പിന്നെ ഫേസ്ബുക്ക് റിലീസ് ചെയ്ത് തരും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളതിനകത്ത് പിന്നെ കൂടുതലായിട്ട് നമ്മൾ ഇതിനകത്ത് പിന്നെ എൻഗേജ്മെൻറ്റ് ഉണ്ടാക്കുമ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾ പിന്നെ ഇടപെടലുകൾ നടത്തുമ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് റിലീസ് ചെയ്ത് തരും. ഒന്ന് ഇടപെടൽ നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ പോസ്റ്റുകളൊക്കെ ഇടുക, മറ്റുള്ളവരുടെ പോസ്റ്റുകൾ കാണുക, കമൻറ്റ് ചെയ്യുക, അതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത കണ്ടൻറ്റ് മോണിറ്റൈസേഷനാണ്. അവിടെ നമ്മളിത് ക്ലിക്ക് ചെയ്യുന്നു. കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ ഇതാണ് നമ്മുടെ മെയിൻ ടൂൾ. നമുക്ക് എല്ലാ നമ്മുടെ ആക്ടിവിറ്റീസിനും വരുമാനം തരുന്ന ഒന്നാണ് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ. അവിടെ ഐ ആം ഇൻട്രസ്റ്റഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു, സബ്മിറ്റ് ഇൻട്രസ്റ്റ്. അപ്പോൾ അത് നമ്മൾ സബ്മിറ്റ് ചെയ്തു. ബാക്ക് അടിച്ച് വരുന്നു. സ്റ്റോർ ഫ്രണ്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതും നമ്മൾ ഐ ആം ഇൻട്രസ്റ്റഡ് കൊടുത്ത് സബ്മിറ്റ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ എല്ലാ ടൂളും ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമായിട്ടുള്ള എല്ലാ ടൂളിനും നമ്മൾ ഇൻട്രസ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതുവഴി നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെന്നുള്ള ഇൻട്രസ്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് നമ്മുടെ താല്പര്യം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റുകൾ ഇടുന്നതനുസരിച്ചിട്ട് നമുക്ക് പിന്നെ ഈ ഓരോ ടൂളും ഈ നോട്ട് എറ്റബിൾ അവൈലബിൾ എന്ന് പറയുന്ന ടൂൾ നമ്മുടെ ഇതിൻ്റെ മുകളിൽ വരും. മോണിറ്റൈസേഷൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വരും. ഈ പാർട്ട്ണർഷിപ്പ് എന്ന് എഴുതിയിരിക്കുന്ന ആർട്സ് എഴുതിയിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഓരോ ടൂളും റിലീസായി മുകളിൽ വരും. കിട്ടാത്ത ടൂളുകളാണ് നോട്ട് എറ്റ് അവൈലബിൾ എന്ന് പറഞ്ഞ് താഴെ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പോസ്റ്റ് കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് പേ ഔട്ട് ചെയ്യാനുള്ള പിന്നെ മെസ്സേജ് വരും, നോട്ടിഫിക്കേഷൻ വരും, പേ ഔട്ട് അക്കൗണ്ട് കൊടുക്കാനുള്ള. അത് നമ്മൾ ആ സമയത്ത് കൊടുക്കുക. ഓക്കെ, വരുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം ഇൻട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പിന്നെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് സെറ്റിങ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ.